യൽദ രാത്രി കേട്ടിട്ടുണ്ടോ? ഇറാനിലെ വളരെ പ്രാധാന്യമുള്ള ഒരു പേർഷ്യൻ പുരാതന ആഘോഷമാണത്. യൽദ രാത്രിയുടെ കൗതുകകരമായ കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇറാനിലെയും പേർഷ്യൻ സംസ്കാരം പിന്തുടരുന്ന മറ്റ് രാജ്യങ്ങളിലെയും ഒരു പ്രധാനപ്പെട്ട പുരാതന ആഘോഷമാണ് യൽദ രാത്രി അഥവാ യൽദ നൈറ്റ്. 40ന്റെ രാത്രി എന്നർത്ഥം വരുന്ന ഷബ് ഇ ചെല്ലെ എന്നും ഇതറിയപ്പെടുന്നു. ശൈത്യകാലത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രിയാണിത്. യൽദ രാത്രിക്ക് ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുണ്ട്. പുരാതന പേർഷ്യൻ മതമായ സൊറോസ്ട്രിയനിസവുമായി ഇതിന് ബന്ധമുണ്ട്. ഇരുട്ടിനുമേൽ വെളിച്ചത്തിന്റെ വിജയത്തെയും സൂര്യന്റെ പുനർജന്മത്തെയും ഇത് അടയാളപ്പെടുത്തുന്നു. ഏറ്റവും ദൈർഘ്യമേറിയതും ഇരുണ്ടതുമായ രാത്രി തിന്മയുടെ ശക്തികൾ ഏറ്റവും ശക്തമാണെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിനാൽ ഈ രാത്രിയിൽ ഉണർന്നിരുന്ന തിന്മയെ അകറ്റാനും പ്രഭാതത്തിൽ വെളിച്ചത്തെ സ്വാഗതം ചെയ്യാനും ആളുകൾ ഒത്തുചേർന്നിരുന്നു. യൽദ എന്ന വാക്കിന് സിറിയക് ഭാഷയിൽ ജനനം എന്ന അർത്ഥമുണ്ട്. ഇത് സൂര്യന്റെ ജനനത്തെ സൂചിപ്പിക്കുന്നു. യൽദ രാത്രി കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒരുമിച്ച് കൂടാനുള്ള സമയമാണ്. സാധാരണയായി കുടുംബത്തിലെ മുതിർന്നവരുടെ വീട്ടിലാണ് ഒത്തുചേരലുകൾ നടക്കുന്നത്. ഈ രാത്രിയിൽ ധാരാളം പ്രത്യേക പലഹാരങ്ങളും ഭക്ഷണങ്ങളും ഉണ്ടാക്കുകയും കഴിക്കുകയും ചെയ്യുന്നു. യൽദ രാത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പഴങ്ങളാണ് മാതള നാരങ്ങയും തണ്ണിമത്തനും. ഇവയുടെ ചുവന്ന നിറം സൂര്യനെയും ഊർജ്ജത്തെയും ജീവിതത്തെയും പ്രതീകപ്പെടുത്തുന്നു. തണ്ണിമത്തൻ കഴിക്കുന്നത് ശൈത്യകാല രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുമെന്നും അടുത്ത വേനൽക്കാലത്തെ ചൂടിൽ നിന്ന് ആശ്വാസം നൽകുമെന്നും വിശ്വസിക്കപ്പെടുന്നു. തണ്ണിമത്തനും അനാറും ഉപയോഗിച്ച് പലതരം വിഭവങ്ങൾ തയ്യാറാക്കുന്നു. വിവിധതരം ഉണക്കിയ പഴങ്ങളും അണ്ടിപ്പരിപ്പുകളും പിസ്ത, ബദാം, വാൾനട്ട് തുടങ്ങിയവ ഈ രാത്രിയിൽ കഴിക്കാറുണ്ട്. ചിലയിടങ്ങളിൽ പരമ്പരാഗത ഇറാനിയൻ വിഭവങ്ങളായ ഖോരേഷ് ഫെസഞ്ചാൻ എന്ന മാതള നാരങ്ങയും വാൾനട്ടും ചേർത്ത കോഴിയിറച്ചി കറി പോലുള്ളവ തയ്യാറാക്കാറുണ്ട്. കുടുംബത്തിലെ മുതിർന്നവർ കഥകൾ പറയുകയും പ്രത്യേകിച്ച് പേർഷ്യൻ കവി ഹാഫിസിന്റെ കവിതകൾ ഉറക്കെ വായിക്കുകയും ചെയ്യുന്നത് ഈ രാത്രിയിലെ ഒരു പ്രധാന ചടങ്ങാണ്. ഫാൽ ഇ ഹാഫിസ് എന്ന ചടങ്ങും സാധാരണമാണ്. ഇതിൽ ആളുകൾ മനസ്സിൽ ഒരു ആഗ്രഹം വെച്ച് ഹാഫിസിന്റെ കവിതാ സമാഹാരം തുറക്കുകയും ആ പേജിലെ കവിത തങ്ങളുടെ ആഗ്രഹത്തിനുള്ള ഉത്തരമായി വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. ഷാഹ്നാമയിൽ നിന്നുള്ള ഭാഗങ്ങളും വായിക്കാറുണ്ട്. ഇരുട്ടിനെ അകറ്റി വെളിച്ചത്തെ സ്വാഗതം ചെയ്യുന്നതിന്റെ പ്രതീകമായി വിളക്കുകളും മെഴുകുതിരികളും കത്തിക്കാറുണ്ട്. ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ നിറങ്ങളിലെ മെഴുകുതിരികൾ സാധാരണമാണ്. പലരും പ്രഭാതം വരെ ഉണർന്നിരുന്ന് സംസാരിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നു. ഇത് വെളിച്ചത്തിന്റെ വിജയത്തെ സ്വാഗതം ചെയ്യുന്നതിന്റെ ഭാഗമാണ്. ഇറാനിയൻ സംസ്കാരത്തിൽ യൽദ രാത്രിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കുടുംബ ബന്ധങ്ങളെയും ഒരുമയെയും ഇത് ഊട്ടിയുറപ്പിക്കുന്നു. യൽദ രാത്രിയുടെ ആരംഭം പുരാതന പേർഷ്യൻ സംസ്കാരത്തിലും സൊറോസ്ട്രിയൻ മതത്തിലുമാണ് ആഴത്തിൽ വേരൂന്നിയത്. ഇറാൻ ഒരു ഇസ്ലാമിക രാജ്യമാണെങ്കിലും യൽദ രാത്രി ഒരു മതപരമായ ആഘോഷമായിട്ടല്ല, മറിച്ച് ഒരു സാംസ്കാരിക ആഘോഷമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം പുരാതന പേർഷ്യൻ സംസ്കാരത്തിൽ വേരൂന്നിയ ഒന്നാണിത്. 7ാം നൂറ്റാണ്ടിൽ അറബികളുടെ പേർഷ്യൻ അതിക്രമണത്തിന് ശേഷം അഥവാ സസാനിയൻ സാമ്രാജ്യത്തിന്റെ പതനത്തോടെ സൊറോസ്ട്രിയൻ മതത്തിന് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നു. മഹാഭൂരിപക്ഷം പേർക്കും ഇസ്ലാം സ്വീകരിക്കേണ്ടി വന്നെങ്കിലും പല സംസ്കാരത്തെയും കൂടെ നിർത്തിയ പോലെ യൽദ രാത്രിയെയും അവർ കൈവിട്ടില്ല. അതിനാൽ ഇറാനിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും യൽദ രാത്രി ആഘോഷങ്ങളിൽ സജീവമായി പങ്കെടുക്കാറുണ്ട്. ഇസ്ലാമിക വിശ്വാസങ്ങൾക്കപ്പുറം ഇറാനിയൻ ജനതയുടെ പൊതുവായ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് നിലനിൽക്കുന്നത്. പരസ്പര സ്നേഹം, കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക, വെളിച്ചത്തെ സ്വാഗതം ചെയ്യുക തുടങ്ങിയ ആശയങ്ങളാണ് ഈ ആഘോഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇത് ഏതെങ്കിലും പ്രത്യേക മതവിഭാഗത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ശൈത്യകാലത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രിക്ക് ശേഷം സൂര്യൻ തിരികെ വരുന്നതിനെയും അതുവഴി വെളിച്ചം, പ്രതീക്ഷ, പുതുജീവൻ എന്നിവയുടെ വരവിനെയും പ്രതീകപ്പെടുത്തുന്ന യൽദ രാത്രി മനുഷ്യന്റെ പ്രകൃതിയോടുള്ള ബന്ധത്തെയും പാരമ്പര്യത്തെയും പ്രത്യാശയോടെയുള്ള കാത്തിരിപ്പിനെയും അടയാളപ്പെടുത്തുന്നു. യൽദ രാത്രിയോട് സാമ്യമുള്ള 10ഓളം ആഘോഷങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായുമുണ്ട്. ക്രിസ്തുമസ് യൽദയിൽ നിന്നും ഉത്ഭവിച്ചതാണെന്നും ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു.